ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൻ്റെ ബ്രെയിൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 മട്ടൻ്റെ ബ്രെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമ്മൾ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത് 4 കൂടെ ആദ്യം ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിലൊന്ന് ഇളക്കിയെടുക്കുക. കൂടെ തന്നെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്ന വരെ ഒന്ന് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം. ഈ വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഒരു തിളച്ച പരുവാകുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മട്ടൻ്റെ ബ്രെയിൻ, നല്ല കഴുകി എടുത്ത് വെച്ച മട്ടൻ്റെ ബ്രെയിനാണ്. അപ്പോൾ അതും കൂടെ ഈ മസാലയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ആ മസാലയാണല്ലോ അതൊക്കെ ബ്രെയിനിൻ്റെ മേലെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിം ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ച് വേവിച്ചിട്ടുണ്ട്. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചിടണം അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വിവീൻ്റെ ഫേവറേറ്റ് റൈറ്റാണ്. നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനവും കൂടാണ് കേട്ടോ ഇത്. അങ്ങനെ വിവിക്ക് കൊടുത്തു. അപ്പം ഇത് എൻ്റെ റെസിപ്പിയല്ല, ഇത് മമ്മീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന വിവി പറഞ്ഞാൽ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.